Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് കാരമലൈസ്ഡ് കോക്കനട്ട് സ്പ്രിംഗ് റോൾസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോക്ക് കിടന്നാലോ. നമ്മളിപ്പോൾ ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് പാനിൽ ചൂടായതിനു ശേഷം വേണം ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര അതിപ്പോൾ മെൽറ്റായി വരുന്നുണ്ട്. ഇത് മെൽറ്റായതിനു ശേഷം ഇതിനൊരു കാരമലൈസ്ഡ് കളർ, ബ്രൗൺ കളറായി വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ട് നമുക്ക് ഡ്രൈ ഫോം ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇത് മാറ്റി വയ്ക്കാം. ഒരു ബൗളിൽ നമുക്ക് 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ദോശമാവുടെ ബാറ്ററിനെ പോലെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ റെഡിമെയ്ഡ് സ്പ്രിംഗ് റോൾ ഷീറ്റാണ്, സ്ക്വയർ ഷേപ്പിൻ്റെ. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ഫില്ലിങ് കുറച്ച് താഴ്ന്ന സ്പേസ് വിട്ടിട്ട് നമുക്ക് 1 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ മാവ് പേസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടില്ലേ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യാനോടത്ത് നമ്മുടെ മാവ് പെട്ടി കൊടുക്കുക. അപ്പോൾ നന്നായി ഒട്ടിയിരിക്കും. ഇങ്ങനെ നമുക്ക് എല്ലാ സ്പ്രിംഗ് റോളും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാനിൽ കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ സ്പ്രിംഗ് റോൾ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇതൊന്ന് തിരിച്ചു കൊടുക്കാം. നമ്മുടെ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന് ഓയിലിന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.